ഇന്ന് നമ്മളെ ബസ്സിന്റെ മുന്നിൽ നിന്ന് റിവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ കരുതും ബസ്സിന്റെ റിവ്യൂ എടുക്കാൻ വന്നതാണ്. സംഭവം അതല്ല, ഒരു ബസ് നിറയെ ആളുകളാണ് ഇന്നൊരു വണ്ടി ഡെലിവറി എടുക്കാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഈ ബസ്സിൽ ഒരു വാഹനം ഡെലിവറി എടുക്കാൻ വേണ്ടി സഫാരി കാർസിലെത്തിയാണ്. വണ്ടി പ്രാന്തന്മാര് എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എടുത്തു. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? എല്ലാരും ഉണ്ട്. ഫത്തഹ്, സലാമ്, നിങ്ങളെ പേര്? എല്ലാവരും പേരും പരിചയപ്പെടുത്തട്ടോ. അതായത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവനാണ് ആദ്യം നമ്മളെ കോണ്ടാക്ട് ചെയ്യണത്. മൂപ്പര് പിന്നെ ഒരു വണ്ടി ഫീൽഡിലൊക്കെ എല്ലാ ആൾ തന്നെയാണ്. അതും വിന്റേജ് വണ്ടി പ്രാന്തനാണ് അല്ലേ? ഈ പിന്നെ വിന്റേജ് ബൈക്കുകള്, വിന്റേജ് ബൈക്ക് ഇപ്പൊ ഏതൊക്കെ കയ്യിലില്ലേ? നമ്മളെങ്ങനെയാണ് സത്യത്തിൽ കൊണ്ട് ഫസ്റ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞല്ലേ? ഏത് സ്പ്ലെൻഡറോ? സാമ്രാജ്യം. ഞാൻ മൂപ്പരോട് പറഞ്ഞു എനിക്കൊരു 4-5 വണ്ടി വേണം. സ്പ്ലെൻഡർ വേണം, RX100 വേണം, മാക്സ് 100 വേണം, പിന്നെ ഏതോ CDD അങ്ങനത്തെ പഴയ ബൈക്കുകൾ കുറച്ച് വേണമെന്നാണ് ഞാൻ മൂപ്പരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എത്താണ്ട കാരണം എന്താ? എത്താനുള്ള കാര്യം നമ്മളെ ക്വാളിറ്റി തന്നെ അല്ലേ. നമ്മളെ അത്രയും നമ്മളൊരു വണ്ടി സംബന്ധമായി നമ്മൾ ആൾറെഡി വണ്ടി ഭ്രാന്തനാണ്. പിന്നെ അതിലുപരി നമ്മള് അൻഫൽ ഖാന്റെ എല്ലാ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, ഒരേ ഫീൽഡിലെ ആൾക്കാരാണ്. നമ്മൾ ചെയ്യുന്ന 2 വീലാണ്, അൻഫൽക്ക് ചെയ്യുന്ന 4 വീലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ വണ്ടി ഇവിടെ തന്നെ സേഫ് ആയിട്ട് ഇവിടെ ഏൽപ്പിച്ചു. നമ്മളെ കയ്യിലും അതേപോലെ തന്നെ സേഫ് ആയിട്ട് നമ്മൾ വണ്ടി തന്നിട്ടുണ്ട്. അതായത് ഒരു കോളീസ് ഡെലിവറി എടുക്കാനാണ് ഈ വന്നിട്ടുള്ളത്. നിങ്ങൾ കോളീസ് എന്ന് പറയുമ്പോൾ ചെറിയ സംഭവം കാണണ്ട. അതും വണ്ടി നമ്മളിന്ന് വാങ്ങിക്കല്ല, വണ്ടി നമ്മളെടുത്ത് ഓട്ടോമോട്ടീവില് വർക്കിന് ഏൽപ്പിച്ചാണ്. ഞങ്ങൾ ഈ വണ്ടി ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 8 വർഷത്തോളമായി. ഞങ്ങൾക്ക് ആ വണ്ടിൻ്റെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ ഒരുപാട് വേറെ വണ്ടികളുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ ഞങ്ങൾ ട്രാവൽസും കാര്യങ്ങളും അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ആയേക്ക് ഞങ്ങളെ ഒരു ഐഡന്റിറ്റി എന്നുള്ള ലെവലിലേക്ക് ആ ഒരു കോളീസ് ഞങ്ങൾക്ക് തുടക്കം മുതലുള്ളതാണ്, ഞങ്ങളുള്ളതാണ്. അപ്പൊ ആ ഒരു വണ്ടി ഞങ്ങൾക്ക് എത്രത്തോളം മനോഹരാക്കാൻ പറ്റും അത് കൈയൊഴിയാതെ അത്രത്തോളം മനോഹരാക്കാൻ ഇന്ന് ഞങ്ങൾ കണ്ടതില് ഞങ്ങൾക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കാനുള്ള നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ അവിടുന്ന് വേഗം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചത്. ഏകദേശം 6 മാസത്തോളമായി തോന്നുന്നു. സമയമാണ്. അപ്പൊ 6 മാസത്തോളം ഞങ്ങൾ കാത്തിരുന്നതിനുള്ള ഒരു പിന്നെ ഫൈനല് ഞങ്ങൾക്ക് അതിന് മാക്സിമം ആ വണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ അതിനപ്പുറം അൻഫാൽ ഞങ്ങൾക്ക് ചെയ്തു തന്നുള്ളതിൽ സഫാരി കാർസിനും അംദാനും അതുപോലെ അൻഫാൽ പ്രത്യേകം ഫുൾ ടീമിന് പ്രത്യേകം പരിചയപ്പെടുത്താം. ഇത് എല്ലാരും യൂണിഫോമിലാണല്ലോ, ഇത് ഞങ്ങളെ ട്രാവൽസ്. മൂപ്പർ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന് നേരെ വന്നിക്കണ ഇങ്ങോട്ടാണ്. വണ്ടിയാണ് വന്നത്. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാരാണ് ഇത്, ചാവക്കാട്ടുകാര് അല്ലേ ഇവര്. ഇദ്ദേഹം ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നാണ്. ഇതൊക്കെ ഇവരുടെ അറ്റാച്ച്മെന്റ്, ഒരു ബന്ധം, ഒരു വണ്ടിന്റെ ഒരു ഡെലിവറി അല്ലേ. അപ്പൊ അതിനുള്ള ഒരു മുഹബത്തായിട്ടാണ് ഇവരൊക്കെ വന്നത് ചാവക്കാട്ടിൽ നിന്ന് അല്ലേ. ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. മൂപ്പരെ കൂടെ സൗദിയില്, ഷാർജയില്. നിങ്ങളെ പേര്? ഹനീഫ. നമുക്ക് ഇവിടുന്ന് ചോദിക്കാം, ഒന്ന് പേര് പറഞ്ഞാണ്. ഷെഫിൻ. 2 ഷെഫിനാ? ഷിഫിൻ. നിങ്ങളെ പേര്? സാമിൽ. നിങ്ങളെ പേര്? ഹനീഫ. നിങ്ങളെ പേര്? മുസ്തഫ. സുജീബ്. റാസിൻ. റാഫി. സുഹൈൽ. ഇതൊക്കെ ദുബോയിന്റെ ആൾക്കാരാണല്ലേ? ദുബോയിന്ന് എന്താ കാണിച്ചാട്ടോ, ഈ ബസ്സിന്റെ പേര് കണ്ട് അതിനൊരു ദുബോയിന്റെ ആളുകൂടെ ഉണ്ട് അല്ലേ? പേര് സുഹൈൽ. അമീൻ. അൻവർ. നിങ്ങളിപ്പോ ഓടിച്ചു കയറ്റിയല്ലേ? ഡ്രൈവറാണ്. ഇയാളെ നായകനാട്ടോ. നിങ്ങളെ പേര് പറഞ്ഞോ? അൻവർ. ഷെരീഫാണ് ഇതിന്റെ ജ്യേഷ്ഠനാട്ടോ. ദുബായ് എന്നുള്ള പരിപാടി ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്നത്. ഇത് ഫത്തഹ് നിങ്ങളെ നടുവിൽ അനിയനാണ്. അപ്പൊ നടുവ് തന്നെ നിർത്തി. എന്റെ നേരെ ജ്യേഷ്ഠൻ. എന്റെ പേര് സലാം. അക്ബർ ഷാ. ഇതും ജ്യേഷ്ഠനാണ്. ഞങ്ങൾ മൂത്തമ്മാന്റെ മോനാണ്. ശരി. ഒക്കെ അഞ്ചന്മാരാണ്. പേര് പ്രദീപ്. അമീർ. സൽമാൻ. കുറച്ച് ആൾക്കാർ ഫാമിലി. ഇതാണ് ദുബോയ്. ഇതാ ആളെ കാണിച്ചു കൊടുക്ക്. ഇയാളാണ് ഈ ദുബോയ്. ഞാൻ ബസ് കാണിച്ചു കൊടുക്ക്. ഈ ദുബോയിന്ന് എന്താ പേര് വരാൻ? അവനെ ഞങ്ങൾക്ക് മൂത്ത മോള് പിന്നെ 10 വർഷത്തിന് ശേഷം ഉണ്ടായതാണ് ഇവന്. ഇവൻ എന്തെങ്കിലും നല്ലൊരു കാര്യം കാട്ടണോ മോള് അവനോട് ഗുഡ് ബോയ് എന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടും അത് ചെയ്യാൻ വേണ്ടിട്ട് ഇവനക്ക് ഇത്രയും കാലമായിട്ട് ഗുഡ് ബോയ് എന്ന് വരൂല. ഇവൻ തിരിച്ചമ്മോട് പറയും ദുബോയ് എന്ന്. ആ ഒരു ദുബോയ് ഞങ്ങൾക്ക് ഒരു പ്രത്യേക തരം ഒരു അട്രാക്ഷൻ തോന്നിയേക്ക്. അത് ആ ഒരു ഇവൻ ഡിസൈൻ ചെയ്തു, അത് വണ്ടിമ കയറ്റി, അത് ആൾക്കാർ ഏറ്റെടുത്തു. ഇപ്പൊ എല്ലാ പിന്നെ ടൂറിസ്റ്റ് വണ്ടികളും നമ്മളെ കുറച്ച് ലൊക്കേഷൻ വരുന്ന മലപ്പുറം വളാഞ്ചേരി. പൂക്കാട്ടിരി എന്ന സ്ഥലത്താണ് കോപ്പറേറ്റ്.
അപ്പൊ ഒരു വണ്ടി പ്രാന്തന്മാര് ട്രാവൽസ് തുടങ്ങുമ്പോ ആ പ്രാന്ത് വണ്ടിയാളുമേ കാണും അല്ലേ? അപ്പൊ ബസ്സും എല്ലാ സെറ്റിങ്സും ഉണ്ട് അല്ലേ? പാട്ടും മുട്ടൊക്കെ എല്ലാം അതെ അതെ. ഞങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഞങ്ങൾ ഈ കുട്ടിക്കാലത്ത് ഒരു വണ്ടിയിൽ കയറി ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ അതിൽ നിന്ന് ഞങ്ങൾ ഒന്നുമില്ലായ്മയെന്ന് ഞങ്ങൾ ഈ നിലയ്ക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും മാത്രമാണ്. പിന്നെ കഠിന പ്രയത്നവും. അപ്പൊ നമ്മൾ പാർട്ടിക്കാർക്ക് ഒരു കോംപ്രമൈസും ഇല്ല. അവരെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റും അത്രത്തോളം ഹാപ്പി ആക്കുന്നതാണ് ഞങ്ങളാണ്. അതാണ് നമ്മളെ പോയിന്റ്. അതാണ് ഞങ്ങളെ പോയിന്റും. ഇപ്പൊ ഇവര് വരുന്നത് നമ്മളിന്ന് വണ്ടി വാങ്ങിയതല്ല. ഇവര് വണ്ടി നമ്മൾ ഓട്ടോമോട്ടീവിൽ പണിക്കേൽപ്പിച്ചു. എന്താ ഹംദാനൊക്കെ സത്യത്തിലേ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഇവിടൊക്കെ ആജാന തിരക്കാണ്. പക്ഷെ ഇതൊരു കോളീസാണ്. ഇപ്പൊ നിങ്ങളൊരു ഇഷ്ടം ഉണ്ടല്ലോ നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവര് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഉഷാറാക്കില്ലേ. കോളീസ് ഒന്നല്ല, ഇത് ഓരോ വലിയൊരു ആഗ്രഹമാണ്. അതിന് വേണ്ടി ഫുൾ എഫേർട്ട്. ഞങ്ങൾ ഇവര് കൊടുന്നപ്പോ ഞാൻ ചോദിച്ചവനോട് ഇത് എന്തിനാ പണിയെടുക്കണേ, ഇത് പണിയെടുക്കണ്ട നമുക്ക് വേറെ എടുക്കാം ഒക്കെ പറഞ്ഞില്ലേ. ഇവരെ മാക്സിമം പിന്തിരിപ്പിക്കാൻ നോക്കി ആ വണ്ടി വന്ന് ഇത് കണ്ടോലൊക്കെ ചോദിച്ചിരുന്നു ഇത് എന്തിനാ എത്ര പൈസ ചെലവാക്കണം. ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ കൂട്ടത്തിൽ ആ വണ്ടി റീസ്റ്റോറിന് കൊണ്ടുവന്നിടുമ്പോ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. ഞങ്ങൾ പുറത്തിട്ടിരിക്കുന്നു ഇതിന്റെ ഇടയിൽ കൊണ്ടു നിർത്തണ്ടേന്ന് ആലോചിച്ചത്. പിന്നീട് ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നിർത്താൻ ആദ്യം ആ കോളീസിന്റെ ഫോട്ടോ എന്ത് ചെയ്യാ നമ്മൾ കാണിച്ചു തരാം. ഈ ഫോട്ടോ ആ വണ്ടി ആദ്യത്തെ വന്നപ്പോഴല്ലേ ലുക്ക് അത് കണ്ട നിങ്ങളും പറയും എന്താ ഇവർക്ക് പിരാന്താണ് ഇതെന്തിനാ പണിയെടുക്കുന്നത്. അതാണ് വണ്ടി പ്രാന്തന്മാര് എന്ന് പറയുന്നത്. ശരിക്കും പ്രാന്തന്മാര് ഒരു വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആളെ വണ്ടി പ്രാന്തൻ എന്ന് വിളിക്കുന്നത് അയാൾക്ക് ഇഷ്ടകാരം. നമുക്കൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ആ വണ്ടി കാണിക്ക. വണ്ടി ഇപ്പൊ സത്യത്തിൽ എന്താ വെച്ചാല് ഇപ്പോഴും നിങ്ങൾ വരുന്ന ടൈമിൽ ഇന്നലെ പണി കഴിഞ്ഞിരിക്കണല്ലോ നിങ്ങൾ വന്ന് കണ്ടിരുന്നു. ഇപ്പോഴും ഇവരെ കാലത്ത് തീർന്നിട്ടില്ല. ഒരാഴ്ച മുന്നേ പണി കഴിഞ്ഞിരിക്കണ് എന്നിട്ടും തീർന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസത്തിന് എന്തെങ്കിലും വേറെ ഡെലിവറിക്ക് വരുന്നുണ്ടായിരുന്നപ്പോ വീണ്ടും കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൊണ്ടിരുന്നുണ്ട്. എന്താ ഇപ്പൊ അതിനെ കുറച്ച് സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. പേരൊക്കെ അപ്പൊ ലാസ്റ്റ് സർവീസ് സ്റ്റേജ് ഇവിടെ വാങ്ങാൻ കാണിച്ചു തരാം. ക്യാമറ ഓഫ് ആക്കണം. ഇത് ഏതായാലും വ്ളോഗാണല്ലോ. അതായത് നമ്മളൊരു വണ്ടി ഡെലിവറി കൊടുക്കുമ്പോഴേ ഒരാഴ്ച മുന്നേ ഡെലിവറി കഴിഞ്ഞാട്ടോ ഇവിടെയൊക്കെ ടീമാണ്. നിങ്ങൾ എന്താ മാറിക്കണ് വീഡിയോ എടുത്താ ഇതൊക്കെ ദുബോയിൻ്റെ ആൾക്കാരാട്ടോ. ഇതാണ്ടോ ലാസ്റ്റ് സ്റ്റേജിലാണ് വണ്ടി പണിയിറക്കണത്. അതേ സർവീസ് ചെയ്തിന്. അപ്പോൾ ഒന്നും പാടെ കൈ ഓടിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ലാഫിയ ഇതെന്താ ക്ലാസ്സും പിടിച്ചിറക്കണ്? കോഫി ഓൾക്ക് കോഫി കൊടുത്തോ? ജ്യൂസ് കൊടുത്തോ? വെള്ളം കൊടുത്തില്ലേ? ഒക്കെ റെഡി അല്ലേ? ഇത് കുടിച്ചല്ലോ. ഇവിടെ കസ്റ്റമർക്ക് ഉണ്ടാക്കി ഒന്നെ കുടിച്ചിട്ടുണ്ടോ? എന്നാ നമുക്ക് ഇനി എന്ത് ചെയ്യാം അത് കൊടുക്കാം അല്ലേ? അപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് വണ്ടി റെഡിയാവും. ആ വണ്ടി സൽമാനോ കംപ്ലീറ്റ് കാണിച്ചു കൊടുക്ക്. പഴയ രൂപ ഇങ്ങനെ കാണണം. ആകെ പൊളിഞ്ഞാടിനു അല്ലേ കോലത്തിലേന്. ആ വണ്ടി സത്യത്തിൽ എങ്ങനെ പണിയെടുക്കാം ഏറ്റെടുത്തു. അപ്പൊ നമുക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്. സഫാരി കാർസിന്റെ വേറൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് വേറൊരു ബിസിനസ് ഉണ്ട്. അതായത് സഫാരി ഓട്ടോമോട്ടീവ്. അവിടെ നമുക്ക് ഡെന്റിങ്, പെയിന്റിങ്, പോളിഷിങ്, ഇന്റീരിയർ, അതേപോലെ സീറ്റ് കവർ, എക്സ്ട്രാ ഫിറ്റിങ്സ്, ഇങ്ങനെ ആക്സറീസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കേഴ്സും ഉണ്ട്. അപ്പോൾ അവിടുന്ന് എടുത്ത വർക്കാണത്. അതായത് ഞാൻ നാളെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർ വിളിക്കും. ഞങ്ങൾ പുറത്തുനിന്ന് അധികം വർക്ക് എടുക്കണില്ല, ആരെങ്കിലും വരികയാണെങ്കിൽ സമയവും സമാധാനം ഉണ്ടെങ്കിൽ അതെ അതെ ഇത് 10 അത്രയും നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു സമാധാനത്തിൽ നമുക്ക് തന്നതുകൊണ്ടാണ് നമ്മളത് ഏറ്റെടുത്തത് അല്ലേ. ഏറ്റെടുത്ത് നമ്മളത് വൃത്തിയാക്കിയിട്ടുണ്ട്. സമയം നിങ്ങൾ ഇഷ്ടമുള്ള സമയം എടുത്തോളൂ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ ഏത് വണ്ടി ഡെലിവറിന്റെ സമയമാകുമ്പോൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ നീണ്ടു പോകും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഫുള്ള് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഡെലിവറി മുഹൂർത്തത്തിലാണ്. അപ്പൊ ഓൽക്കൊരു അറ്റാച്ച്മെന്റിലെ വണ്ടി അല്ലേ. അപ്പൊ അത് കൈമാറുമ്പോ അത് നല്ലൊരു മുഹൂർത്തമാണ് അല്ലേ. അത് സന്തോഷകരമാക്കുക, അടിപൊളിയാക്കുക എന്ന് പറയുന്നത് ഞങ്ങളൊരു കടമയാണ്. നാളെ എനിക്ക് വലിയൊരു യാത്ര ഉണ്ട്. കുറച്ച് സമയം എടുക്കുന്ന യാത്രയാണ്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവർക്കും വേണ്ടിയിട്ട് കറക്റ്റ് കേട്ടോ സത്യമായിട്ട് നിങ്ങൾക്കും വേണ്ടി മാത്രം ഫ്രീ ആയതപ്പോ അത്ര ഷെഡ്യൂൾ ചെയ്തിട്ട് പോയാണ്. പിന്നെ ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൈമാറാം. ഇത് ബസ് ഒന്ന് കാണിച്ചു കൊടുത്താലേ നമുക്ക് സൽമാനോ? ഏതായാലും വ്ളോഗാണല്ലോ അല്ലേ. ബസ് വണ്ടി പ്രാന്തന്മാർ എന്താ സെറ്റിങ്സ് ഇട്ടോളി. ദുബോയ് അല്ലേ. ആ ബോയിന്റെ കണ്ടങ്ങള് അല്ലേ ഒക്കെ ഐറ്റംസ് ആക്കിയത്. അത് ട്രാവൽ ഹാക്കർ ഐഡിയ ആണ്. ഈ പേരിങ്ങനെ വരണം അതേമാതിരി ഡാൻസ് കളിക്കണം, എല്ലാ കാര്യങ്ങളും വെറുതെ സീറ്റിൽ ആരും ഇരുന്ന് പോരണ്ട. എല്ലാരും ഡാൻസും. നമ്മളെ അടുത്തൊരു ആഗ്രഹമാണ് ഒരു ടൂറിസ്റ്റ് ബസ്. അത് കുറെ അസിമം പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞില്ലേ ഒരു ടൂറിസ്റ്റ് ബസ് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം അന്നത്തെ കാലത്ത്. അന്ന് അയൽവാസിയുടെ കല്യാണം ഉണ്ടായതാ.
ആ കല്യാണത്തിന് ഒരു ബസ് വന്നു. അപ്പോൾ അതിൽ ഞാൻ ചോറ് കഴിച്ച് വരുമ്പോൾ ചോദിച്ചു ഒന്ന് ജസ്റ്റ് ഉള്ളിൽ കയറട്ടെ എന്ന് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് അപൂർവമുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് കയറാൻ പറ്റൂല, ആൾക്കാർ വരാതെ ഡോർ തുറക്കാൻ പറ്റൂല. 4 മണിക്കൂർ ഇരിക്കുന്നു ആ ഡോറിന്റെ അടുത്ത്, ആ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. അന്ന് ആ ഡോറ് അവർ തുറന്ന് എന്നോട് പറയാത്ത കല്യാണം പറഞ്ഞിട്ടുണ്ട്, പുതിയണ്ണിന്റെ ഒപ്പം പോകാൻ പറഞ്ഞിട്ടില്ല. എന്നാലും അതിൽ കയറി കൂടി വണ്ടിയുടെ ഉള്ളിൽ കാണാനുള്ള ആഗ്രഹത്തിൽ ഉള്ളിൽ കയറി കൂടി ഉള്ളിലൊക്കെ കയറി പാട്ടൊക്കെ കളിച്ച് കണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നത്. ആ ആഗ്രഹം പിന്നെ മനസ്സിനുള്ളിൽ പോയിട്ടില്ല. പിന്നെ ചെറിയ ഗുഡ്സ് വാഹനങ്ങളൊക്കെ തുടങ്ങി വന്ന് 2016 കൂടി സുഹൃത്തിന്റെ ഒപ്പം എല്ലാ വണ്ടിയും വിറ്റ് ഒരു ബസ് വാങ്ങി. നോട്ട് നിരോധന നേരെ വിനോദത്തോട് കൂടി കയ്യിൽ നിന്ന് പോയി. ഏകദേശം 10 ലക്ഷം രൂപ നഷ്ടം പറ്റി. വീണ്ടും ഗൾഫിക്ക് പോയി. ആ കടങ്ങളൊക്കെ വീട്ടിൽ തിരിച്ചു വന്ന് വീണ്ടും പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി ലീവിന് വന്നതാ. വൈഫ് പറഞ്ഞു ഇനി പോവല്ലേ, ഇനി പിന്നെ പോവാണെങ്കിൽ ബസ് നമുക്ക് പോവല്ലേ പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കൾ വീണ്ടും ഒരു ബസ് കൈ കൊടുന്നേക്കാൻ പറഞ്ഞു, എനിക്ക് ഇജും വേണം ബസ്സും വേണം. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് പേടിയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പെണ്ണുങ്ങളും വേണം ബസ്സും വേണം. അപ്പൊ രണ്ടാളും ഒരുപോലെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നോട് അത് ഒഴിവാക്കാൻ മാത്രം പറയുന്നത്. അതിനുശേഷം വീണ്ടും ആ ആഗ്രഹം കഫീനോട് വിളിച്ച് പറഞ്ഞ് ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ വീണ്ടും എന്റെ പഴയ ആഗ്രഹത്തിന് കൂടാണ്. കഫീൽ 1 വർഷം എന്നെ കാത്തിരുന്നു ഞാൻ വീണ്ടും ചെല്ലാൻ വേണ്ടിട്ട്. അതൊന്നും ചെന്നില്ല. വീണ്ടും ഈ പരിപാടി ജാസ്റ്റിനും കട്ടൊക്കെ കൂടെ ജാസ്റ്റിനാണ് എന്നെ ഇവിടെ നിർത്തിയത്. അപ്പൊ ജാസ്റ്റിനും ഞാനും കൂടി കൂടിയിട്ട് വീണ്ടും ഞങ്ങളെ ആഗ്രഹങ്ങൾ വീണ്ടും പോവാണിപ്പിച്ചപ്പോ 3-4 വണ്ടിയോളം കാര്യങ്ങളൊക്കെ ഫുള്ള് സുഹൃത്തുക്കൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കൾ കട്ടക്കുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല, വളരെ ഹാപ്പിയാണ്. ഇതിൽ വലിയ മോട്ടിവേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഒരാളെ ആഗ്രഹത്തിന്റെ പുറമെ പാഷന്റെ പുറമെ നമുക്കൊരു തൊഴിൽ മാർഗമായി. ഞാൻ അന്ന് പിന്നെ ഉള്ളിൽ കാണാൻ ആഗ്രഹിച്ച വണ്ടിയിൽ പിന്നെ അവർ ഇന്ന ഡ്രൈവറായിട്ട് അവർ എന്നെ ക്ഷണിച്ചു. 1 വർഷത്തോളം അവരെ കൂടെ ഡ്രൈവറായിട്ട് അതിനുശേഷം പിന്നെ നമ്മളെ സ്വന്തം വണ്ടി. വേറൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊരു ഓട്ടം പോയി, നിങ്ങളൊരു ഡ്രൈവ് പിന്നെ ഒരു കല്യാണ ട്രിപ്പ് പോയി, അങ്ങനെ പാർട്ടിക്കാരൊക്കെ ഇറങ്ങിപ്പോയി, നിങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഡോറ് ലോക്ക് ചെയ്തിരിക്കുമ്പോ കുറച്ച് കുട്ടികൾ വരികയാണ് നിങ്ങളെടുത്തേക്ക്, ഞങ്ങൾക്ക് ഈ ബസ്സിലൊന്ന് കയറി ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നല്ല, ഓൾക്ക് എത്ര സമയമാണെങ്കിലും ഞാൻ കാണിച്ചു കൊടുക്കാൻ. ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാത്തോണ്ട് വന്നതല്ലേ. ഞാൻ നിർത്തിയിടുന്നിടത്തുനിന്നൊക്കെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് വരെ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കലുണ്ട്, അങ്കിളാ ഉള്ളതൊന്ന് കാണിച്ചൊരു പാട്ട്. ഞാൻ ഓരോ ചെറിയ ആഗ്രഹം പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പാട്ടും അതിനുള്ളിൽ എന്തൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ കാണിച്ചു കൊടുത്താൽ അവരോട് പറയും ഞാൻ നിങ്ങളെ പോലെ ഒരാളായിരുന്നു. അതേപോലെ നിങ്ങൾ സ്വപ്നം കാണുന്ന അനുഭവിച്ച ആളുകൾക്ക് എന്താവും പെട്ടെന്ന് അത്ര കാര്യങ്ങള് ക്യാച്ച് ചെയ്യാനും പറ്റും, നമുക്ക് മനസ്സിലാക്കാനും പറ്റും, കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ബസ്സിന്റെ ഉള്ളൊന്ന് കാണിക്കാട്ടോ. ഉള്ളിൽ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. എവിടെന്നോ അന്നേർക്ക് ഇതെന്താ പുകയാണ്? പുക ഇതെന്താ സംഭവം? സ്മോക്കോ? ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയ കാരല്ലേ? അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ സെറ്റിങ്സും ഉണ്ട്. ഇതിൽ എത്ര സീറ്റ് അത്? 49 അടിപൊളിയായിട്ട് പോവാല്ലേ? ഓഞ്ചമ്മോ ഇതിനുള്ളൊന്നും കാണാനുണ്ട് സൽമാനെ അല്ലേ. ഇതേ ചെക്കന്മാര് ടൂർ പോകുമ്പോഴേ ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പാണ് അല്ലേ. ഒരു DJ സെറ്റപ്പ്, ഇപ്പൊ അടിപൊളി ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. ടൂർ പോകുന്ന ആൾക്കാർക്ക് പൊളിക്കാം അല്ലേ സൽമാനോ? അപ്പൊ നമുക്കേ വണ്ടി ഡെലിവറി കൊടുക്കാം, ചാവി കൈമാറാം. ബാ.